ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള വിലയിരുത്താമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ശബ്ദവും പ്രകാശവും അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ആണോ? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കണികകള് തരംഗം എങ്ങോട്ടാണോ പോകുന്നത്, തരംഗം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കണികകൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ദോലനം ചെയ്യുന്നതെങ്കിൽ അതിനെയായിരുന്നു അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ. ശബ്ദവും പ്രകാശവും അനുദൈർഘ്യ തരംഗങ്ങളാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എങ്ങനെയായിരുന്നു? തരംഗം ഇങ്ങനെയാ പോകുന്നതെങ്കിൽ അതിന് സമാന്തരമായിട്ടാണ് കണികകളും ചലിക്കുന്നതെങ്കിൽ അതിനെയായിരുന്നു അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. ഇതാണോ? നമുക്ക് ലാസ്റ്റിലത്തെയും കൂടി വായിച്ചു നോക്കാം. ശബ്ദം അനുപ്രസ്ഥ തരംഗവും പ്രകാശം അനുദൈർഘ്യ തരംഗവുമാണ്. ഓപ്ഷൻ ഏതാണ് ശരി? സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. കാരണം എന്താ? നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമായിരുന്നു. ശബ്ദം എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗവുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വവ്വാലിനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി 120 കിലോ ഹെർട്സ് ആണ് എങ്കിൽ പരമാവധി എത്ര തരംഗ ദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കും? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും അല്ലേ. ആ വാല്യൂസ് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നോക്ക്, കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി 120 കിലോ ഹെർട്സ്. കിലോ ഹെർട്സ് എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു? ഹെർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു? ആവൃത്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു അല്ലേ ഹെർട്സ്. അപ്പം ഈ 120 കിലോ ഹെർട്സ് എന്തായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്? ആവൃത്തി ആയിരിക്കും അല്ലേ. അപ്പം എഫ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? എഫ് എത്ര തന്നിട്ടുള്ളത്? 120 കിലോ ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. ഈ കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? 1000 എന്നല്ലേ അർത്ഥം? 1000 അല്ലേ. അപ്പോൾ 120 ഇൻറ്റു 1000 ഹെർട്സ് എന്ന് എഴുതാം. അപ്പം എത്ര വരും? 120 ഒരു 3 പൂജ്യം കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഹെർട്സിലേക്കായിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? എങ്കിൽ പരമാവധി എത്ര തരംഗ ദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കും? തരംഗ ദൈർഘ്യം എന്തിനായിരുന്നു സൂചിപ്പിച്ചത്? ലാംഡ ആയിരുന്നു അല്ലേ. ലാംഡ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡുമാണ്. ശബ്ദവേഗവും തന്നിട്ടുണ്ട് അല്ലേ. വേഗം എന്തായിരുന്നു? വി ആയിരുന്നു അല്ലേ. വി എത്രയാണ് തന്നിട്ടുള്ളത്? 350 മീറ്റർ പെർ സെക്കൻഡുമാണ്. എഫും വിയും ലാംഡയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാലോ. എന്തായിരുന്നു ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ അല്ലേ. ശബ്ദവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവൃത്തിനെ എന്തുകൊണ്ട് ഗുണിക്കണം? തരംഗ ദൈർഘ്യം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തായിരുന്നു കാണേണ്ടത്? ലാംഡ ആയിരുന്നു കാണേണ്ടത്. ലാംഡേനെ കാണാൻ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാ മാറ്റി എഴുതുക? ലാംഡ ഈസ് ഈക്വൽ ടു, ലാംഡേനെ ഇവിടെ വെച്ച് എഫിന് ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ലാംഡ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ് എന്ന് കിട്ടും അല്ലേ. അപ്പം ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു വി എത്ര തന്നിട്ടുള്ളത്? 350 അല്ലേ. 350 ഡിവൈഡഡ് ബൈ എഫ് എത്ര തന്നിട്ടുള്ളത്? ഇത്രയും അല്ലേ. എത്രയാണ്? 1,20,000 അല്ലേ. 1,20,000 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 35ന് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 2 3 പൂജ്യം ഇല്ലേ, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 0.0029 എന്നാണ് കിട്ടുക. 9
മീറ്ററിന് കിട്ടും. എത്ര? 0.0029 മീറ്റർ. ഇത് ഡിവൈഡ് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ അറിയായിരിക്കൂലേ അല്ലേ? ഇത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി വെക്കരുത്. ഡിവൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആൻസർ എഴുതി വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഡിവൈഡ് ചെയ്യുന്ന എല്ലാം കൂടി നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 35 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടാമെന്നൊന്ന് നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 3.2 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫിക ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഇവിടെ 2 തരംഗങ്ങളുടെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രം നോക്കിയിട്ടാണ് നമ്മളിനി ആൻസർ എഴുതാനായിട്ട് പോകുന്നത്. ഓരോ തരംഗത്തിൻ്റെയും ആവൃത്തി, പീരിയഡ്, തരംഗ ദൈർഘ്യം എന്നിവ കണ്ടെത്തി എഴുതുക. ഇതിൽ 2 ചിത്രം തന്നിട്ടുണ്ട്. ഈ 2 ചിത്രത്തിൽ നിന്നും എന്തൊക്കെയാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ആവൃത്തി എഴുതണം അല്ലേ? എന്താണ്? ആവൃത്തി എഴുതണം, പീരിയഡ് എഴുതണം, പിന്നെ എന്താ എഴുതേണ്ടത്? തരംഗ ദൈർഘ്യം എല്ലാം നമുക്കിവിടെ എഴുതാനായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് കാണണം? ആവൃത്തി കാണാം അല്ലേ? ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേനും ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഒരു സൈക്കിൾ എങ്ങനെയും ഇങ്ങനെ അല്ലേ? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ അല്ലെങ്കിൽ എത്ര കമ്പനം ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ആവൃത്തി. ഇവിടെ നോക്ക്, ഈ ഒരു ചിത്രത്തില് നമുക്ക് ഒരു സെക്കൻഡ് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല, ഒരു സെക്കൻഡ് അല്ല ഉള്ളത് അല്ലേ? ഇത് 8 സെക്കൻഡ് കൊണ്ടാണ് ഒരു കമ്പനം ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആവൃത്തി ഇവിടെ ഒറ്റയടിക്ക് ഇങ്ങനെ എണ്ണീറ്റ് എഴുതാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാലോ. എന്തായിരുന്നു? എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു 1/t ആണെന്ന് അറിയാലോ അല്ലെ? എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്. ഈ ടി എന്തായിരുന്നു? ടൈം പീരീഡ് ആയിരുന്നു അല്ലെ? ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം, അതായിരുന്നു എന്ത്? ടൈം പീരീഡ് അല്ലെ? ഇവിടെ നോക്ക്, ഇവിടെ ഒരു സൈക്കിൾ അല്ലെ? ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടെ അല്ലെ? ഇങ്ങനെ വരാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്? ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 8 ആണ് അല്ലെ? അപ്പൊ ടി എത്രയാണ്? 8 ആണ് അല്ലെ? ടി എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8 സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ടൈം പീരീഡ് നമുക്ക് കിട്ടിയല്ലോ അല്ലെ? പീരീഡ് എത്ര കിട്ടിയിട്ടുള്ളത്? 8 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ആവൃത്തി കാണാലോ അല്ലെ? ആവൃത്തിനെ എങ്ങനെയാ കാണുക? എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലെ? എഫ് ഈസ് ഈക്വൽ ടു 1/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 0.125 ഹെഡ്സ് എന്ന് കിട്ടും. എത്ര? 0.125 ഹെഡ്സ് എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കണേ, അപ്പാട് ആൻസർ ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? പീരിയഡും കിട്ടി, ആവൃത്തിയും കിട്ടി. ഇനി എന്താ കണ്ടത്? തരംഗ ദൈർഘ്യമാണ് കണ്ടത് അല്ലെ? തരംഗ ദൈർഘ്യം എന്താ? ലാംഡയാണ് അല്ലെ? ലാംഡയാണ് നമുക്ക് കാണേണ്ടത്. ഇക്വേഷൻ അറിയാലോ, എന്താണ്? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. അപ്പൊ ലാംഡേനെ എങ്ങനെയാ കാണുക നമ്മൾ? ലാംഡ ഈസ് ഈക്വൽ ടു V/F ആണ് അല്ലെ? V/F ആണ്. വി തന്നിട്ടുണ്ടോ നമുക്കിവിടെ? തന്നിട്ടുണ്ട് അല്ലെ? വി എത്രയാണ്? 3.2 മീറ്റർ വേഗത്തിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ വിന് പകരം എത്ര കൊടുക്കുക നമുക്ക്? 3.2 ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 3.2 ഡിവൈഡഡ് ബൈ എഫ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.125 അല്ലെ? 0.125 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക അല്ലെ? 3.2 ഡിവൈഡഡ് ബൈ 0.125 ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 25.6 മീറ്റർ ആണ് ആൻസർ കിട്ടുക. എത്രയാണ്? 25.6 മീറ്റർ. ഇത് ഡിവൈഡ് ചെയ്യുന്ന അറിയാവോ നിങ്ങൾക്ക്? ഇങ്ങനെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എത്രയാണ് നമുക്ക് കിട്ടിയത്? 3.2 ഡിവൈഡഡ് ബൈ 0.125 എന്നല്ലേ കിട്ടിയത്? ഇവിടെ ഇങ്ങനെ പോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 1, 2, 3 അക്കമുണ്ട് അല്ലെ? അപ്പൊ ഈ പോയിന്റിനെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം?
1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 1 2 3 അക്കമുണ്ട്. അപ്പോൾ 3 0 വരും, പിന്നൊരു 1 വരും അല്ലേ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. താഴെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മേലെയും അത് തന്നെ ചെയ്യണം അല്ലേ. മേലെയും ചെയ്ത് അപ്പം മേലെ എന്താവും 3.2 ഇൻറ്റു 1000 എത്ര കിട്ടും നമുക്ക്? 3ഉം 2ഉം 2 0 കിട്ടി. താഴെ എത്ര വരും? 125 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക അല്ല. ഡിവൈഡ് എങ്ങനെയാ? മേലെയുള്ള ആളെ ഉള്ളിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പം 3 2 0 0 പുറത്താര് വരും? 125 വരും. 125 320 125 എത്ര പ്രാവശ്യം പോവും? എത്ര പ്രാവശ്യം പോവായിരിക്കും? നമുക്ക് നോക്കാം. 125 ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 2 10, ഒന്ന് ബാലൻസ്. 2 ഇൻറ്റു 2 4 5 2 250 അല്ലേ. 125ൻ്റെ 3 ചെയ്ത് നോക്കാം നമുക്ക്. ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 15 6 7 3 375 വരുന്നത്. അപ്പോൾ ഇത് വരാൻ പറ്റൂല. അപ്പോൾ ഇത് എഴുതണം അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം പോയി. അപ്പോൾ 2 ഇൻറ്റു 125 എത്ര? 250 വന്നു. ഇനി എന്ത് ചെയ്യുക? 320 നിന്നും 250 കുറക്കാം. 0 - 0 എത്രയാണ്? 0 ആണ്. ഇനി 2 5 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് ഒന്നിനെ കടം വാങ്ങും അല്ലേ. അപ്പോൾ ഇവിടെ 12 ആവും, ഇവിടെ എന്താവും? 2 ആവും. അപ്പോൾ ഇവിടെ 12 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 7 അല്ലേ. 7. പിന്നെ എന്താ? ഈ ഒരു 0നെ താഴോട്ടേക്ക് ഇറക്കിയിടാം. ഇനി എന്ത് ചെയ്യാം? 125ൽ 700 എത്ര പ്രാവശ്യം പോകും? നമുക്ക് നോക്കാം. 125 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 5 എത്ര? 5 5 25 2 10 12 7 725 ആണ് അല്ലേ വരുന്നത്. 10 12 12 5 സോറി 625 അല്ലേ. 625 വരുന്നുണ്ട്. 125 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. 6 നോക്കാം നമുക്ക്. എത്ര വരുന്നതെന്ന്? 12 10 14 15 ഒന്ന് ബാക്കി 750 ആണ് വരുന്നത്. അപ്പോൾ ഇത് പറ്റൂല, ഇതാണ് പറ്റും അല്ലേ. അപ്പോൾ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 625. 700 25 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 70 വരും അല്ലേ. സോറി, എത്ര വരും? 700 25 കുറച്ച് കഴിഞ്ഞാൽ 75 വരും അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? ഇനിയും നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇറക്കിയിടാനുണ്ടോ? ഇല്ല. അപ്പം നമ്മളിവിടെ പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0നെ ഇറക്കിയിടുക. അപ്പോൾ 750 വന്ന്. 750 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. 125നും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 750 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ആൻസർ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഡിവിഷനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഓരോരോ വാല്യൂസ് ഇട്ടിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്ത് ശീലിക്കാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് നോക്കാനുണ്ട് അല്ലേ. നമ്മൾ ഇതിൻ്റെ അല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കണം. ഇതിൻ്റെ ആവൃത്തി കാണാൻ സിമ്പിളാണ്. കാരണം എന്താ? ഇതിൻ്റെ ആവൃത്തി കാണാൻ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവൃത്തി എന്തായിരുന്നു? ഇങ്ങനെ പോകാൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എന്താണ് സമയം എത്രയാണ് അല്ലേ. സോറി, ഒരു സെക്കൻഡിൽ എത്ര ഇങ്ങനത്തെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഉണ്ട് അല്ലേ. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ഒറ്റൊന്നാണല്ലോ അല്ലേ. അപ്പോൾ ഒറ്റൊന്ന്. അപ്പോൾ ഇവിടുത്തെ ആവൃത്തി എത്രയായിരിക്കും? 1 ഹെർട്സ് ആയിരിക്കും. ഇവിടുത്തെ പീരിയഡ് എത്രയായിരിക്കും? ഇവിടുത്തെ പീരിയഡ് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കില്ലേ. കാരണം എന്താ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 1 സെക്കൻഡ് തന്നെയാണ് അല്ലേ. ഇവിടുത്തെ പീരിയഡ് എത്രയാ? 1 സെക്കൻഡ് തന്നെയാണ്. അഥവാ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ എഫ് കിട്ടിക്കഴിഞ്ഞാൽ ടി കാണാമല്ലോ അല്ലേ. F = 1/t ആണ് അല്ലേ. അപ്പോൾ 1/t എത്രയാ? സോറി, ഇതല്ലേ. F = 1/t ആണ്. T = എന്താ? 1/f ആണ്. അപ്പോൾ T കാണാൻ എന്ത് ചെയ്യും? T = 1/f എത്രയാ? 1 അല്ലേ. അപ്പോൾ T 1 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്താ അവിടെ കാണാനുള്ളത്? തരംഗ ദൈർഘ്യം കാണാനുണ്ട് അല്ലേ. തരംഗ ദൈർഘ്യം എങ്ങനെയാണ് കണ്ടത്? നമ്മൾ ജസ്റ്റ് നേരത്തെ കണ്ടതുപോലെ തന്നെ V = F × ലാംഡ. ലാംഡയാണ് കാണേണ്ടത്. അപ്പോൾ ലാംഡ = V/F ആണ്. ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ = V എത്രയാ? വേഗം എത്രയാ? 3.2 / F.
ആവൃത്തി എത്രയായിരുന്നു കിട്ടിയിട്ടുള്ളത്? ആവൃത്തി 1 അല്ലേ? 1. അപ്പം 3.2/1 എത്ര കിട്ടാം? 3.2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്? ഇത് നമ്മൾ മനുഷ്യന്റെ ശബ്ദപരിധി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര മുതൽ എത്ര വരെയായിരുന്നു മനുഷ്യന് കേൾക്കാൻ പറ്റുക? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആയിരുന്നു മനുഷ്യന് കേൾക്കാനായിട്ട് പറ്റുക അല്ലേ? അപ്പം ഇത് വേറെ രീതിയിൽ എഴുതുകയാണെങ്കിൽ 20 ഹെർട്സ്, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം അല്ലേ? 20 3 0 അല്ലേ ഉള്ള, അപ്പോൾ 20 കിലോ ഹെർട്സ്. അപ്പോൾ 20 ഹെർട്സിൻ്റെയും 20 കിലോ ഹെർട്സിൻ്റെയും ഇടയിലാണ് മനുഷ്യന് കേൾക്കാനായിട്ട് പറ്റുക. 5 ഹെർട്സ് 20-ൽ കുറവാണ്. അപ്പോൾ കേൾക്കാനായിട്ട് പറ്റുമോ? ഇല്ല. 2000 ഹെർട്സ് 20,000 20,000 ഇടയിലാണ്. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് പറ്റും. 200 കിലോ ഹെർട്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര വരെ കേൾക്കാനായിട്ട് പറ്റൂ? 20 കിലോ ഹെർട്സ് വരെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും കേൾക്കാനായിട്ട് പറ്റില്ല. 50 കിലോ ഹെർട്സ്, 50 ഇതിനേക്കാളും കൂടുതലാണ്, അതും കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പം മനുഷ്യന് കേൾക്കാനായിട്ട് പറ്റുന്ന എത്രയാണ്? 2000 ഹെർട്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൻ്റെ ആൻസർ അല്ലേ? ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു തരംഗത്തിന് 2 കിലോ ഹെർട്സ് ആവൃത്തിയും 35 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യവും ഉണ്ട് എങ്കിൽ ഈ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു തരംഗത്തിന് 2 കിലോ ഹെർട്സ് ആവൃത്തി തന്നിട്ടുണ്ട് അല്ലേ? ആവൃത്തി എത്രയാണ് തന്നിട്ടുള്ളത്? 2 കിലോ ഹെർട്സ് ആണ്. 2 കിലോ ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2000 ആണ് അല്ലേ? എത്ര അത്? 2000 ആണ് അല്ലേ? 2000 ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? 35 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യമുണ്ട്. എത്രയാണ് തരംഗ ദൈർഘ്യം? എത്രയാണ് തന്നിട്ടുള്ളത്? 35 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പക്ഷെ തരംഗ ദൈർഘ്യം നമ്മൾ സെന്റിമീറ്ററിലല്ലോ പറയാ. എന്തിലായിരുന്നു പറയാറ്? മീറ്ററിലായിരുന്നു അല്ലേ പറയാറ്? എന്തിലായിരുന്നു പറയാറ്? മീറ്ററിൽ. അപ്പൊ ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുക നമ്മൾ എങ്ങനെയാ? 35നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 35നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ആൻസർ എത്ര കിട്ടാം? എത്ര കിട്ടാ? 0.35 എന്ന് കിട്ടും അല്ലേ? 0.35 എന്ന് കിട്ടും. അപ്പോൾ 35 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.35 മീറ്റർ ആണ് കിട്ടുക. 0.35 മീറ്റർ ആണ് കിട്ടുക. അപ്പം ഇതും കിട്ടി. ഇനി എന്താ നമുക്ക് കാണാനുള്ളത്? 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ നമ്മൾ കാണാം? ദൂരം എങ്ങനെയാ കാണാ? എങ്ങനെയായിരിക്കും നമ്മൾ കാണാ? ആദ്യം നമുക്ക് ഇതിൻ്റെ എന്ത് കാണണം? ദൂരം കാണണമെങ്കിൽ എന്താ ഇക്വേഷൻ? സ്പീഡ് അല്ലെ? വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് അല്ലെ? വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. അപ്പൊ ദൂരം കാണണമെങ്കിൽ എന്തൊക്കെ വേണം? വേഗവും വേണം, സമയവും വേണം അല്ലെ? വേഗം എന്താ? v ആയിരുന്നു അല്ലെ? വേഗം v ആണ്. ദൂരം കാണാൻ വേഗവും വേണം, സമയവും വേണം. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വേഗം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എങ്കിൽ എന്താ? വേഗം നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ. എഫ് തന്നിട്ടുണ്ട്, ലാംഡയും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വേഗം നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ അല്ലെ? വേഗം എങ്ങനെയാ കാണുക? v ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാ? എഫ് എത്ര തന്നിട്ടുള്ളത്? 2000. എത്ര തന്നിട്ടുള്ളത്? 2000 ഇൻറ്റു ലാംഡ എത്ര തന്നിട്ടുള്ളത്? 0.35 അല്ലെ? എത്ര തന്നിട്ടുള്ളത്? 0.35 ആണ് തന്നിട്ടുള്ളത്. ഇൻറ്റു 0.35. ഇതിനെ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 700 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വേഗം എത്ര കിട്ടിയിട്ടുള്ളത്?
വേഗം കിട്ടിയിട്ടുള്ളത് 700 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്നാ കാണേണ്ടത്, ഈ തരംഗം 0.5 സെക്കൻഡിൽ എന്താണ് ഈ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന കാണേണ്ടത്. 0.5 സെക്കൻഡിൽ എത്ര ദൂരം, അപ്പൊ ദൂരം എങ്ങനെയാ കാണുക, ദൂരം ഈസ് ഈക്വൽ ടു വേഗം ഇൻറ്റു സമയം ചെയ്താൽ മതി അല്ലേ. ദൂരം ഈസ് ഈക്വൽ ടു വേഗം ഇൻറ്റു സമയം. വേഗം എത്ര കിട്ടിയിട്ടുള്ളത് 700 ഇൻറ്റു സമയം എത്ര കിട്ടിയിട്ടുള്ളത് 0.5 അല്ലേ, 0.5. സമയം എത്ര 0.5. അപ്പൊ 700 ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് 3 അല്ലേ. 3 എത്ര കിട്ടും 700 ഇൻറ്റു 0.5 നമുക്ക് നോക്കാം. 5 ഇൻറ്റു 7 എത്രയാ 35 അല്ലേ. 35ഉം 2 0 ഉണ്ട്, പിന്നെ എന്താ ഇവിടെ ഒരു പോയിന്റും ഉണ്ട്, ഇവിടെ ഒരു പോയിന്റും ഉണ്ട്. അപ്പോൾ ദൂരം എത്ര കിട്ടിയിട്ടുള്ളത് 350. എത്ര കിട്ടിയിട്ടുള്ളത് 350 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് ക്ലിയർ ആയില്ലോ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു തരംഗത്തിന് 2 കിലോ ഹെർട്സ് ആവൃത്തിയും 35 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യവും ഉണ്ട്. എന്താ തന്നിട്ടുള്ളത്, തരംഗത്തിന്റെ ആവൃത്തി തന്നിട്ടുണ്ട് അല്ലെ. ആവൃത്തിയാണ് ഇത് അല്ലെ, ആവൃത്തി തന്നിട്ടുണ്ട്, തരംഗ ദൈർഘ്യവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദൂരമാണ് കാണേണ്ടത് അല്ലെ. ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡി ആണ് അല്ലെ. ദൂരത്തിനെയും വേഗത്തിനെയും സമയത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതേതാണ്, വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് അല്ലെ. അപ്പൊ ദൂരം കാണണമെങ്കിൽ ദൂരം ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണ്. വി നമുക്ക് കിട്ടണം അല്ലെ. വി നമുക്ക് ഉണ്ടോ ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം, വീനെ കണ്ടുപിടിക്കണം അല്ലെ. വീനെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക, എഫും ലാംഡയും തന്നിട്ടുണ്ട് അല്ലെ. എഫ് ഇൻറ്റു ലാംഡ എത്രയാ 2000 ഇൻറ്റു 0.35 ചെയ്ത് കഴിഞ്ഞാൽ 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേഗം കിട്ടും. അപ്പൊ വേഗം കിട്ടിക്കഴിഞ്ഞാൽ ദൂരം എങ്ങനെയാ കാണുക, വേഗത്തിന് സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. വേഗത്തിന് സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി 350 കിട്ടി അല്ലെ. 350. ഇത് ക്ലിയർ ആയില്ലേ. അപ്പൊ ദൂരം എത്ര 350 മീറ്റർ ആയിരിക്കും. എത്രയാണ് 350 മീറ്റർ ആണ്. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. 0.5 സെക്കൻഡിൽ 5 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും 0.5 സെക്കൻഡിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുന്ന തരംഗത്തിന്റെ ആവൃത്തി എത്ര? എന്താ പറഞ്ഞിട്ടുള്ളത്, 0.5 സെക്കൻഡിൽ. ആ 0.5 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നമുക്ക് തന്നിട്ടുള്ളത് സമയമാണ് അല്ലെ. തന്നിട്ടുള്ളത് സമയം എത്ര തന്നിട്ടുള്ളത് 0.5 സെക്കൻഡ് ആണ്. ആ 0.5 സെക്കൻഡിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവൃത്തി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു ശൃംഗവും ഒരു ഗർത്തവും അല്ലെ. ഒരു ശൃംഗവും ഒരു ഗർത്തവും ആയി അല്ലെ. ഇങ്ങനെ എത്ര ഉണ്ടാക്കുന്നുണ്ട് 50 അല്ലെ. 50 ഇങ്ങനെയുള്ള ശൃംഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, 50 ഇങ്ങനെയുള്ള ഗർത്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്ന് കഴിഞ്ഞാൽ ഒരു കമ്പനമായില്ലേ അല്ലെ. അങ്ങനെയാണെങ്കിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടെങ്കിൽ എത്ര കമ്പനാവും 50 കമ്പനാവും അല്ലെ. 50 കമ്പനാവും. 50 കമ്പനാവും. കമ്പനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഓസിലേഷൻ അല്ലെങ്കിൽ എന്താ ദോലനമൊക്കെ ഇല്ലേ, ദോലനത്തിനൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഓസിലേഷൻ എന്നാ പറയാ. അപ്പോൾ ഓ എന്നങ്ങ് കൊടുക്കാം നമുക്ക്. ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ 50 ഉണ്ട്. അതായത് 50 കമ്പനം അല്ലെങ്കിൽ 50 എന്തുണ്ട് ദോലനം നടത്തുന്നുണ്ട് അല്ലെ. 50 ദോലനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കൊടുത്ത്. ഇനി എന്താ നമുക്ക് കാണേണ്ടത്, 0.5 സെക്കൻഡിൽ എത്ര ആ തരംഗത്തിന്റെ ആവൃത്തി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് 0.5 സെക്കൻഡിൽ ആവൃത്തി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, O ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. എന്താണ് O ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. O എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഓസിലേഷൻ അല്ലെ. നമുക്ക് എത്ര ഇങ്ങനെയുള്ള സാധനം എത്ര എന്താണ്
ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉള്ള അല്ല. ഇവിടെ ഇപ്പോൾ ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടി കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ആവും അല്ലേ, ഒരു സൈക്കിൾ ആവും. അപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഓ സൂചിപ്പിക്കുന്നത്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ആവൃത്തി. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ സമയം. അങ്ങനെയാണ് നമുക്കിവിടെ എന്താണ് കാണേണ്ടത്, ആവൃത്തിയാണ് കാണേണ്ടത്. അപ്പൊ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എഫ് ഇസ് ഈക്വൽ ടു ഒ ഡിവൈഡഡ് ബൈ ടി ആണ് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു ഒ ബൈ ടി ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഓ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 50 ആണ് അല്ലേ. 50 ഡിവൈഡഡ് ബൈ ടി. ടി എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 0.5 ആണ് അല്ലേ. 0.5 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റ് മാറ്റണം. അപ്പം ഇൻറ്റു 10 ചെയ്യുക, ഇൻറ്റു 10 മേലെയും താഴെയും ചെയ്യുക. അപ്പം മേലെ എത്ര വരും, 500 എന്ന് വരും അല്ലേ. താഴെയോ 5 വരും. 500 ബൈ 5 എത്രയാ, 100 ആണ് അല്ലേ. 100 ഹെഡ്സ്. എത്രയാണ് ആൻസർ, 100 ഹെഡ്സ് ആണ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഒ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന് പഠിച്ചു വെക്കാം. ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, എത്ര സൈക്കിള് അല്ലെ, എത്ര കമ്പനം, എത്ര ദോലനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്, ഓ. പിന്നെ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവൃത്തി, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡും ആണ്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ 7th ക്വസ്റ്റ്യൻ നോക്കണം അല്ലേ. 7th ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം 1.31 എ ബി എന്നിവയിൽ നൽകിയിരിക്കുന്ന തരംഗങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായത് ഏത്? ഇത് രണ്ട് തരംഗങ്ങളും ഏകദേശം ഒരേ സമയത്താണ് അല്ലേ പോകുന്നത്, ഒരേ ദൂരവുമാണ് ഏകദേശം പോകുന്നത്. ആ രണ്ട് തരംഗത്തിലും എന്താണ് വ്യത്യാസമുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്ത് 2 പോയി 4 അല്ലേ. 0 സ്റ്റാർട്ട് ചെയ്ത് 2 പോയി 4. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, 4 അല്ലേ. ഒരു ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്, പീരിയഡ് ആണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പീരിയഡും എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പം പീരിയഡ് സെയിം ആണ്, സോറി ടി അല്ലേ, ടി സെയിം ആണ്. ഇനി എന്താ നോക്കേണ്ടത്, ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ആവൃത്തി അല്ലേ. ആവൃത്തി ഒരു സെക്കൻഡിൽ എത്ര ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലേ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാനാവില്ല. അപ്പോൾ ഇക്വേഷൻ അറിയാം അല്ലേ, എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ. ഇതിൻ്റെ ടിയും സെയിം ആണല്ലോ. അപ്പോൾ ഫ്രീക്വൻസി, ആവൃത്തി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ആയതിയാണ് അല്ലേ. ആയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ഈ ഒരു തുലന സ്ഥാനത്ത് നിന്നും ഒരു സൈഡിലേക്കുള്ള ഏറ്റവും പരമാവധി സ്ഥാനാന്തരത്തെയായിരുന്നു നമ്മൾ ആയതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ആയതി എത്രയാണ് വരുന്നത്, പരമാവധി സ്ഥാനാന്തരം ഇവിടെയാണ്. ഇവിടുത്തെ ആയതിയോ പരമാവധി സ്ഥാനാന്തരം ഇവിടെയാണ്. ഇവിടുത്തെ ആയതി 0.05 ആണ് അല്ലേ. ഇവിടുത്തെ ആയതിയോ 0.03 ആണ്. അപ്പം ഇവിടെ ഏതിനാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ആയതിക്കാണ് അല്ലേ വ്യത്യാസം വന്നിട്ടുള്ളത്, ആയതി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ അടുത്തടുത്ത ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ്. അതിൻ്റെ വേഗം 20 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി കണ്ടെത്തുക. അടുത്തടുത്തുള്ള ഗർത്തങ്ങൾ അല്ലെ, ഇങ്ങനെയാണ് ഒരു അനുപ്രസ്ഥ തരംഗം പോവുക അല്ലെ. ഇങ്ങനെ അടുത്തടുത്തുള്ള ഗർത്തങ്ങൾ തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു, ലാംഡ അല്ലായിരുന്നോ. ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ലാംഡ എത്ര തന്നിട്ടുണ്ട്, 2 മീറ്റർ തന്നിട്ടുണ്ട്. ലാംഡ എത്ര തന്നിട്ടുണ്ട്, 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേഗം എത്ര തന്നിട്ടുണ്ട്, 20 മീറ്റർ/സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവൃത്തി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ആണ് അല്ലേ കാണേണ്ടത്. സിമ്പിൾ ആണ് അല്ലേ. നമുക്ക് എങ്ങനെ ഇത് ഇക്വേഷൻ, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. അപ്പോൾ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആയിരിക്കും. വി എത്ര തന്നിട്ടുള്ളത്, 20 ആണ്. 20 മീറ്റർ/സെക്കൻഡ് ആണ്. ലാംഡ എത്ര തന്നിട്ടുള്ളത്, 2 ആണ് അല്ലേ. 20/2 എത്രയാ, 10 അല്ലേ. 10 ഹെഡ്സ്. എത്ര വന്നിട്ടുള്ളത്, 10 ഹെഡ്സ്. അപ്പോൾ ആവൃത്തി എത്ര കിട്ടിയിട്ടുള്ളത്, 10 ഹെഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ.
നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദം ഒരു മാധ്യമത്തിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്നത്, അതായത് ശബ്ദം ഒരു മാധ്യമത്തിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ എന്താണ് സഞ്ചരിക്കുന്നത്? മാധ്യമത്തിലെ കണികകളാണോ, അല്ലെ തരംഗമാണോ, അല്ലെ ശബ്ദ സ്രോതസ്സാണോ, അല്ലെ മാധ്യമമാണോ? എന്താണ്? തരംഗമാണ് അല്ലെ. അപ്പൊ ആൻസർ എന്താ? തരംഗം. മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഇരുഭുജങ്ങൾക്കും സമീപത്തായി ട്യൂണിംഗ് ഫോർക്കിനെ സ്പർശിക്കുന്ന രീതിയിൽ 2 പിത്ത് ബോളുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഈ സംവിധാനത്തിന്റെ അടുത്തിരുന്ന് ഒരാൾ പിയാനോ വായിക്കുന്നുണ്ട്. എന്താ? മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഇരുഭുജങ്ങൾക്കും സമീപത്തായി ട്യൂണിംഗ് ഫോർക്കിനെ സ്പർശിക്കുന്ന രീതിയിൽ 2 പിത്ത് ബോൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ തൂക്കിയിട്ട് അതിൻ്റെ അടുത്തിരുന്ന് ഒരാൾ പിയാനോവും വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ പിത്ത് ബോളുകൾ ചെറുതായി അനങ്ങുന്നു. കാരണം എന്തായിരിക്കും കാരണം? ഇവിടെ ഒരാൾ എന്തോ സൗണ്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള ഇതിന്റെ മേലെ വെച്ചിട്ടുള്ള പിത്ത് ബോൾ അനങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? പ്രണോദിത കമ്പനമായിരിക്കും. എന്താ? പ്രണോദിത കമ്പനം ആയിരിക്കും. പിയാനോയിൽ ചില സ്വരങ്ങൾ വായിക്കുമ്പോൾ പിത്ത് ബോളുകൾ കൂടിയ ആയതിൽ തെറിക്കുന്നു. ഇതിന് കാരണമായി പ്രതിഭാസം ഏതാണ്? അനുരണനമാണോ, അല്ലെ അനുനാദമാണോ? അനുനാദമാണ് അല്ലെ. എന്താണ്? അനുനാദമാണ്. അനുരണനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു മുഴക്കമാണ് അല്ലെ. ഒരു മുഴക്കം പോലെയുള്ളതിനാണ് അനുരണനം എന്ന് പറയാം. അനുനാദമാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പൊ ഇതുവരെ എടുത്തത് ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക. അപ്പോൾ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തിരുത്താനായിട്ട് പറ്റും. അപ്പം എന്താ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.